And yeah, the hot topic 370 rupees ka biryani is viral all over the Instagram. ആൻഡ് 370 രൂപയുടെ ബിരിയാണി വാങ്ങിക്കഴിച്ച അവളെ അവൻ ഗോൾഡ് ഡിഗർ എന്ന് വിളിച്ചു. ദാറ്റ് മീൻസ് അവന്റെ ക്യാഷ് എല്ലാം ഊറ്റിയെടുത്ത ഒരാൾ. അതാണ് ഗോൾഡ് ഡിഗർ. അങ്ങനെയാണെങ്കിൽ 370 രൂപയുടെ ബിരിയാണി കൊടുത്താൽ അവളുടെ അടുത്ത് നിന്നും സെക്ഷൽ ആക്സസ് കിട്ടും എന്ന് വിചാരിച്ച അവനെ നമ്മൾ എന്ത് വിളിക്കും? ഓക്കെ, ഗോൾഡ് ഡിഗേഴ്സ് ആണുങ്ങളിലും ഉണ്ട് പെണ്ണുങ്ങളിലും ഉണ്ട്. ആൻഡ് മൈ ടോപ്പിക് ഈസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അത് ഗേൾസിന് മാത്രമല്ല ബോയ്സിനും ബാധകമാണ്. ബട്ട് ദിസ് വീഡിയോ ഈസ് എസ്പെഷ്യലി ഫോർ യു ഗേൾസ്. എനിക്കറിയാം ഞാൻ അടങ്ങുന്ന ഇനി വരുന്ന ജനറേഷൻസിലെ ഗേൾസ് ഒക്കെ ബീങ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ അല്ലാത്ത, അങ്ങനെ വിചാരിക്കാത്ത, എൻ്റെ ഏട്ടായി വന്ന് എന്നെ സേവ് ചെയ്യും എന്ന് വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഫോർ യു. Please earn for yourself. It doesn't matter if it's 5k, 10k or 20k. You should earn. Because നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ് വേറെയാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയ ഗേൾസ് ആർ വെരി കോൺഫിഡൻറ്റ്. അവർക്ക് അവരുടെ ബില്ല് പേ ചെയ്യാൻ അറിയാം. അതിന് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആൻഡ് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് ഒരു വാല്യൂ ഉണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ ആളുകൾ അംഗീകരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മളെ കേൾക്കാൻ ആൾക്കാരുണ്ടാവും. ആൻഡ് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ചോയ്സ് ഉണ്ടാവും. നാളെ ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ല. അങ്ങനെ കൈ നീട്ടി ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടാണല്ലോ നമ്മുടെ ജനറേഷൻ ഇതുവരെ എത്തിയത്. സോ ഇനിയുള്ള ജനറേഷനിലെ ആളുകൾ ആ ഒരു തലമുറകളായിട്ട് വന്നൊരു കാര്യം സ്റ്റോപ്പ് ചെയ്യണം. സോ ഏൺ ഏൺ ഫോർ യുവർ സെൽഫ്, ഗെറ്റ് വാട്ട് യു വാണ്ട്, do what makes you happy, get a driving license, get a car, explore your life. It doesn't matter how much you earn, but you should earn for yourself. അല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള ക്രിമികൾ വന്നിട്ട് പറയും യു ആർ എ ഗോൾഡ് ഡിഗർ. സോ അത് കേൾക്കാതിരിക്കാൻ പ്ലീസ് ഏൺ, ടേക്ക് ദിസ് ആസ് എ സൈൻ ആൻഡ് ഏൺ ഫോർ യുവർ സെൽഫ്. ബി ഹാപ്പി ഗേൾസ്. ബൈ.